ആദ്യമായി പറയാനുള്ളത്, ഞാനതൊരു ഖാദിസ്ഥാനെ ഏൽക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഏറ്റതല്ല. ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദ, നിങ്ങളെ നാട്ടുകാരനും ഇവിടെ മുദരിസൊക്കെ ആയിരുന്ന അവർ, ബഹുമാനപ്പെട്ട കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ മരിച്ചപ്പോൾ ഈ ബന്ദറിലുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നതാണ്. ഞാനത് നിരസിച്ചതാണ്. അതുപോലെ കോഴിക്കോട് വലിയ ഖാദി ശിഹാബുദ്ദീൻ ഇമ്മിച്ചുപോയ തങ്ങൾ മരിച്ചപ്പോൾ അവർ എന്നെ ഖാദിയായി തിരഞ്ഞെടുത്തത് അവരെ പഴയ റെക്കോർഡിൽ കാണാം. ഞാനത് നിരസിച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് ഖാദിയാവുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുടെ വഫാത്തിൻ്റെ ശേഷം അവർ ഖാദിയായിരുന്ന നന്ദിയിലും അതിൻ്റെ ചുറ്റുപാടുള്ള ചില പ്രദേശങ്ങളിലും ഖാദിയായി. പിന്നെ ഈ പണി എവിടെ ഏൽക്കാനാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മഹാനാവുന്ന അബൂ മൻസൂർ നിസാബൂരി തങ്ങൾ മൂപ്പരോട് ഖാദി സ്ഥാനത്തിന് വേണ്ടി മൂപ്പരോട് ആവശ്യപ്പെട്ടപ്പോൾ മൂപ്പര് 3 ദിവസത്തോളം ഒളിച്ചു എന്നാണ് പറയണത്. അത് ഏൽക്കുക എന്നുള്ളത് വലിയ പ്രയാസപ്പെടുന്ന സംഗതിയാണത്. കാരണം മൻ വലിയ ഖദാ ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീന, ഖാദിസ്ഥാനം ഒരാൾക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അവന് കത്തി കൂടാതെ അറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ശരിക്കുള്ളൊരു അറിവാണത്, പക്ഷെ കത്തിയോണ്ടല്ല എന്ന് മാത്രം. അപ്പോൾ അവർ ഒളിച്ചിരുന്നു 3 ദിവസം. പിന്നെ മൂപ്പര് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു എന്നാണ്, പഠിച്ച തമ്പുരാനെ എന്നെ മരിപ്പിച്ചണേന്ന് പറഞ്ഞിട്ട്. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ മൂപ്പര് ലോക പണ്ഡിതനല്ലേ, അവരോട് ഖാദിസ്ഥാനം ഏൽക്കാൻ വേണ്ടി പറഞ്ഞ് മൂപ്പര് നിരസിക്കുകയാണ് ചെയ്തത്. അബൂ ഹനീഫ ഇമാമിനോട് ഏൽക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പര് നിരസിക്കുകയാണ് ചെയ്തത്. അബൂ ഹനീഫ ഇമാമിൻ്റെ ഇഷന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ അബൂ യൂസുഫ് എന്നവർ മൂപ്പരോട് ഖാദിസ്ഥാനം ഏൽക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോഴേ മൂപ്പര് രാജ സദസ്സിൽ ചെന്നു, അതിനെ വിസമ്മതിച്ചു. അവസാനം മൂപ്പർക്ക് തോന്നി ഞാനിത് ഏറ്റിട്ടില്ലെങ്കിൽ അനർഹരുടെ കയ്യിലേക്കാവും വരിക, അതുകൊണ്ട് മൂപ്പര് ഏറ്റുന്നാ. അപ്പോൾ ഇത് അത്ര ഒരു നല്ല സംഗതി ഒന്നുമല്ല. ഞാനൊരുപാട് സ്ഥലത്ത് ഖാദിസ്ഥാനുണ്ട്, ഇവിടെ ബംബ്രാൻ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഇതൊക്കെ ഞാൻ ഏൽക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കാഞ്ഞങ്ങാട് ഖാദിസ്ഥാനം ഇപ്പോൾ ഒരു 70ൻ്റെ മേലെ മഹല്ലുകളുണ്ട് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ. അത് ഞാൻ ഏകദേശം 2.5 മാസം കഴിഞ്ഞാലാണ് അവർക്ക് ഞാൻ ഉത്തരം കൊടുത്തത്. അവരെൻ്റെ വീട്ടിൽ വന്നു. പിന്നെ 2-3 പ്രാവശ്യം എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇസ്തിഖാറത്ത് ചെയ്യട്ടെ, പിന്നെ ശംസുൽ ഉലമനെ സിയാറത്ത് ചെയ്തട്ടെ. വേണ്ടാന്നുള്ള ഒരു തോന്നലുണ്ടാവാൻ പാടില്ല, വേണമെന്ന് മൂപ്പരയ്ക്കുന്നുള്ളൊരു ഇഷാറത്ത് വേണമെന്നില്ല, എന്നാലെങ്കിലും ഞാൻ ഏറ്റോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയി കിട്ടാൻ 2-3 മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനതിന് മറുപടി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഏറ്റ എല്ലാം എവിടെ ചോദിച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 3-4 ആഴ്ചകൾ കഴിഞ്ഞിട്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ ഖാദിസ്ഥാനായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനല്ലാത്ത ഒരാളവിടെ ഖാദി ആയാലും അവിടെ പ്രശ്നം ഉണ്ടാവും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇന്നെ എല്ലാവർക്കും സമ്മതമായതുകൊണ്ട് അങ്ങനെ ചില സ്ഥലത്തൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇതും തന്നെ ഞാനിത് ഏൽക്കാൻ ഉദ്ദേശിച്ച ആളല്ല. ഇവരിവിടുന്ന് കുറേ വട്ടം സമ്മർദ്ദം ചെയ്യുകയും എന്നോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സ്വഭാവമുണ്ട്, എന്ത് സംഗതിക്കും ഇന്നെ വന്ന് കാണണ്ടെന്ന് ഞാൻ പറയില്ലേ, വഴിയിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഫോണിൽ പറഞ്ഞാൽ മതി എന്നുള്ള. അപ്പോൾ ഞാനിവിടെ ഒരു പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ വഴിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അന്ന് എന്നോട് ഇവർ ഇത് ഏൽക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മുദരിസ് അഷ്റഫി പറഞ്ഞതുപോലെ ഞാനത് ഒന്ന് ഇസ്തിഖാറത്ത് ചെയ്യട്ടെ, മഹാന്മാരെ ഒന്നിങ്ങനെ പ്രത്യേകിച്ച് ഷെഫ്നാനൊന്ന് സിയാറത്ത് ചെയ്തട്ടെ, എന്നിട്ട് അതിൻ്റെ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം അതനുസരിച്ച് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ മറുപടി കൊടുത്തതിന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മറുപടി കൊടുത്തത്. അപ്പോൾ ഇതൊരു വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊരു രസമുള്ള സംഗതിയല്ല, ഇത് വളരെ പ്രയാസപ്പെട്ട സംഗതിയാണ്. നമ്മളെക്കാൾ വലിയ ആളുകളൊക്കെ തന്നെ ഇത് ഏൽക്കാതെ ഒഴിഞ്ഞുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് ഏൽക്കണമെന്ന് ചോദിച്ചാൽ ചില സമയത്ത് അത് ഏൽക്കൽ നിർബന്ധമായി വരും. അപ്പം അങ്ങനത്തെ സമയത്ത് അത് ഏൽക്കുക എന്നുള്ളതൊരു മസ്ലഹത്തൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ മഹാന്മാരുടെയൊക്കെ ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരൊരു ഇഷാറത്തോ അല്ലെങ്കിൽ ഇസ്തിഖാറത്ത് മുഖേന അതിനൊരു നന്മ തോന്നിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഏൽക്കാറുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് വരെ ഈ ഖദാ എന്ന് പറഞ്ഞാൽ ഈ വാക്ക് തന്നെ ഏകദേശം അറബി ഭാഷയിലൊരു 12ഓളം അർത്ഥത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഖദാ എന്ന് പറഞ്ഞ വാക്ക്. ഒരുപാട് അർത്ഥമുണ്ട് ഖദാ എന്ന് പറഞ്ഞേക്കും. ഞാനിപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്നും ഇവിടെ വിവരിക്കുകയല്ല, സമയമില്ല, എനിക്ക് വേഗം പോകണം. എനിക്ക് പിന്നെ നാളെ ഒരു 9 മണിയാകുമ്പോഴത്തേന് കോഴിക്കോട് എത്താനുള്ളതാണ്. അവിടെ